ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾ കൂടിയിട്ടാണ് നമ്മളൊരു ലേറ്റ് നൈറ്റ് വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ലേറ്റ് നൈറ്റ് വ്ളോഗുകളും അതേപോലെ മോർണിംഗ് വ്ളോഗുകളും ചെയ്യാം എന്നുള്ളത്. പക്ഷേ കുറേ തിരക്കുകളൊക്കെ കൊണ്ട് അതൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. പക്ഷേ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വ്ളോഗുകളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം എനിക്കിപ്പം നമ്മുടെ PSC പഠിക്കാനൊക്കെ കിട്ടുന്നത് ഈ ഒരു സമയമാണ്. ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാത്രി ഇച്ചിരി വൈകിയൊക്കെയാണ് ഞാനിരുന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരു 8 മണി മുതലാണ് കേട്ടോ ഞാൻ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാവയ്ക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. വാവയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അവനെ ഒന്ന് ഉറക്കിയാലേ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എനിക്കിന്ന് കോളേജുള്ള ദിവസമായിരുന്നു, ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു. കോളേജിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ഒരു ക്ലാസ് എടുത്തു. കോളേജ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ നമുക്കവിടെ കുട്ടികൾക്ക് എക്സാമാണ്, മോഡൽ എക്സാം നടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ പോകണ്ട. സോ ആ ഒരു സമയം ഇപ്പോൾ നമുക്ക് എക്സാം ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് എക്സാം ഡ്യൂട്ടി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീ ടൈം കുറച്ച് സമയം കിട്ടിയിരുന്നു. ആ സമയത്ത് ഞാനിരുന്ന് എൻട്രിയുടെ നോട്ട് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻട്രിയുടെ കോഴ്സസ് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ 3 കോഴ്സായിരുന്നു ചെയ്യാനുള്ളത്. അതിൽ ഓൾറെഡി നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എല്ലാ ക്ലാസ്സസും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ SSCയുടെ ഒരു കോഴ്സുണ്ട്, അതേപോലെ തന്നെ ഒരു 10th ലെവലിൻ്റെ ഒരു റിവിഷൻ കോഴ്സ് പോലത്തെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിൽ SSCയുടെ കോഴ്സിൽ ഫിസിക്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ എല്ലാ നോട്ട്സും ഒന്നും എൻ്റെ കൈവശമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത സമയത്ത് നമ്മൾ കൂടുതൽ ഡിഗ്രി പ്രിലിംസിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ കെമിസ്ട്രി ഒക്കെ ആയിരുന്നു കൈകാര്യം ചെയ്യുന്നത്. ഫിസിക്സ് ആദ്യം എൻട്രിൽ ജോയിൻ ചെയ്ത സമയത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പർ സിലബസ് ബേസ്ഡ് ക്ലാസ് അല്ലായിരുന്നു, കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുക്കേണ്ടി വന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിസിക്സിൻ്റെ നോട്ട് പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ല സമയം എടുക്കും. ഞാൻ കോളേജിലിരുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ക്ലാസ്സിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ചൊരു NCERT ബേസ് ചെയ്ത് നോക്കേണ്ട ഒരു ഭാഗമാണ്. ഓഫ് കോഴ്സ് ഈ റെയിൽവേ പോലെയുള്ള എക്സാമുകളിലേക്ക് NCERTക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. ലാപ്ടോപ്പ് എടുത്തിട്ടില്ലായിരുന്നു ഇന്ന് കോളേജിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ PPT ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലാസ് എടുക്കേണ്ട എല്ലാ പോയിൻറ്റ്സും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് അത് ജസ്റ്റ് PPT ആക്കി എടുത്തത്. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് കുറുക്കൊക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് ക്ലാസ് എടുത്തു. 6 മണി ടു 7 മണി വരെ ആ ഒരു ക്ലാസ്സിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം അവനുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് 8 മണിക്ക് ഫുഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ ഒരു 9 മണിയായപ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ ഞാൻ തൽക്കാലം താഴത്തെ റൂമിൽ, അച്ഛൻ്റെ അമ്മയുടെ അവിടുത്തെ റൂമിലാണ് കിടത്തിയേക്കുന്നത്. ഇപ്പോൾ ഏട്ടൻ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റാണ്. അപ്പോൾ രാത്രി വരുമ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ കഴിയും. അപ്പോൾ ഞാനിങ്ങനെ വെളിയിലും ഒക്കെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് അവനെ മുറിയിൽ ഒറ്റയ്ക്ക് കിടത്തണ്ടെന്ന് വിചാരിച്ച് താഴെയാണ് കിടത്തിയിട്ടുള്ളത്. അപ്പോൾ അവ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് കൂടെ കഴിച്ചിട്ടാണ് എന്നാൽ പിന്നെ ഒറ്റ ഇരിപ്പിന് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് മുകളിലേക്ക് കയറിയത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ മാക്സിമം ഇപ്പോൾ നേരത്തെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു 8:30-ക്കുള്ളിലെങ്കിലും എപ്പോഴും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളും അത് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ഡൈജഷനൊക്കെ കറക്റ്റ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 7 മണിക്കുള്ളിൽ കഴിക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഒരു 8:30-ക്കുള്ളിലെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് ചെയ്യുന്നത് എൻട്രിയുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്ലാസ് എടുത്തതിന് ശേഷം നമുക്കൊരു ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. അവിടെ നമ്മൾ ക്ലാസ് എടുത്ത ഡേറ്റ്, ആ ഒരു ടോപ്പിക്കിൻ്റെ പേരെന്താണ്, അതിൻ്റെ നോട്ടിൻ്റെ ലിങ്ക്, അതിൻ്റെ വീഡിയോ ലിങ്ക്, പിന്നെ എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യേണ്ട ആ ഒരു ടൈം, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് പെട്ടെന്ന് താഴത്തേക്ക് പോയതുകൊണ്ട് അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ മൈക്ക് പോലും ഓഫാക്കാതായിരുന്നു ഞാൻ പോയത്. കാരണം വാവ താഴെ ജസ്റ്റ് ഇങ്ങനെ കരയുന്ന പോലെ എന്നുവെച്ചാൽ വഴക്കാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവന് ഫുഡൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാതെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ വന്നിരുന്നിട്ട് ഞാൻ ഈ മൈക്കൊക്കെ ഓഫാക്കി അതേപോലെ ബാക്കി ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നോട്ട് ഞാൻ
കോളേജിലിരുന്ന് ചെയ്ത സമയത്ത് കുറച്ച് നോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് ജസ്റ്റ് നമ്മുടെ സ്ലൈഡിലേക്കാക്കി. ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോട്ട് ടൈപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ തന്നെയാണ്. അതായത് ഫോണിലെ ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, അതിൽ സേവ്ഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഫോൾഡർ അല്ല, ഒരു സേവ്ഡ് മെസ്സേജസ് എല്ലാ ടെലിഗ്രാമിലും ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതിലാണോ നോട്ട്സ് വേണ്ടത് അങ്ങനെ ടൈപ്പ് ചെയ്ത് ഇമേജും ഒക്കെ ഇടും. എന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ടെലിഗ്രാം വെബ് കണക്ട് ചെയ്തിട്ടാണ് അതെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. പലരും ഇത് വാട്സപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് വാട്സപ്പിൽ ചെയ്യുന്നതിലും ഇഷ്ടം ടെലിഗ്രാമിലാണ്. കാരണം അവിടെ ഇങ്ങനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്താണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെലിഗ്രാം യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ നോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കോളേജിലിരിക്കുന്ന സമയത്ത് ടെലിഗ്രാമിൽ തന്നെ നോട്ട്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിടും. എന്നിട്ട് അത് വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ലാപ്പിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഒരു 9:30 വരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് കോളേജിലേക്കുള്ള പ്രിപ്പറേഷൻ. എനിക്ക് നാളെയും കോളേജിൽ ആക്ച്വലി ക്ലാസ് ഇല്ല. 3 ദിവസത്തേക്ക് സെക്കൻഡ് ഇയേഴ്സിന് എക്സാമും 4 ദിവസത്തേക്ക് ഫസ്റ്റ് പി ജിക്കാർക്ക് എക്സാമുമാണ്. അപ്പോൾ 1-2 ദിവസത്തേക്കും കൂടി സമയം ഫ്രീ ആയിട്ട് കിട്ടും കോളേജിൽ ചെല്ലുമ്പോൾ. പക്ഷേ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പി ജിയും സെക്കൻഡ് പി ജിയും 2 പേരും ഉണ്ടായിരിക്കും. അപ്പോൾ 2 ക്ലാസ്സസ് നമ്മൾ ഒരു ഡേ കൊണ്ടുപോകണമല്ലോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഒരു 3 days അങ്ങനെ ക്ലാസ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാക്സിമം അവർക്ക് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സമയം, ഒരു 3/4 മണിക്കൂറോളം അതിൻ്റെ ക്ലാസ്സസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് അതിന് ശേഷമാണ് ഇനി പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗിലൊക്കെ പറയാറുള്ള പോലെ, നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, എനിക്കും സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ബാക്കി എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കോളേജിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് റെഫർ ചെയ്യും, അതിനൊന്നും പ്രശ്നമില്ല. ബാക്കി വേറെ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, വാവയുടെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ PSC പഠിക്കാൻ ഇരിക്കണം എന്നുള്ളത് ഇപ്പം മനസ്സിൽ ശരിക്കും ഉണ്ടായിരിക്കും. ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ ഒക്കെ ഇന്ന് കുറച്ചെങ്കിലും പഠിക്കണമെന്ന്. പക്ഷേ അവിടെ ചെന്നിരുന്ന് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ അങ്ങ് സ്മൂത്തായിട്ട് പൊക്കോളും. പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പല ദിവസങ്ങളിൽ ഞാൻ പഠിക്കാതെ പോയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് കുറേ സൊല്യൂഷൻസ് ഇങ്ങനെ അതും ഇതുമൊക്കെ കുറേ പുസ്തകങ്ങളും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചു നോക്കി, യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ കണ്ടു നോക്കി. പക്ഷേ അതിലൊന്നും കാര്യമില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്ന് നമ്മുടെ ഉള്ളിൽ അതായത് ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ചെന്നിരിക്കണം നമുക്കിത് പഠിക്കണം, ആ ഒരു തോട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ പോലെ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിപ്പം അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ഇൻകം മന്ത്ലി കിട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറയും. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൂടെ പഠിക്കണമല്ലോ എന്നുള്ളത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്കൊരു മടി പിടികൂടും. അത് അങ്ങനെയാണ്. പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളിപ്പം VFA ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അപ്പോൾ അവനിങ്ങനെ എൻ്റെ അടുത്ത് പറയാണ്, ഇപ്പം ക്ലർക്കായിട്ട് കയറുമ്പോഴത്തേക്കും ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് 22 സംതിങ് ആണ്. അപ്പോൾ ഒരു നല്ലൊരു പ്രൈവറ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലും നല്ല സാലറി കിട്ടുമല്ലോടി. അപ്പം നമുക്ക് സാലറി വാങ്ങുമ്പോഴത്തേക്കും ഇത് വെർത്തല്ല എന്നുള്ള രീതിയിൽ തോന്നുന്നൊക്കെ. പക്ഷേ ഓഫ് കോഴ്സ് ആ ജോലിയുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, അതൊരു ഇനിയിപ്പം അവനൊരു പൊസിഷനിലാണ്. ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയും, ഇപ്പം നീ സേഫ് ആണല്ലോ, ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്കിനി എക്സ്ട്രാ പഠിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ ജോലി വേണമെന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ പ്രൈവറ്റ് ജോലിയിൽ സാലറി കിട്ടുമെന്ന് ചോദിച്ചാൽ സാലറി കിട്ടുന്ന പ്രൈവറ്റ് ജോലിയുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇടുന്ന എഫോർട്ടും നമ്മുടെ വർക്കിംഗ് ടൈമും ഒക്കെ അത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലി വാങ്ങുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. എന്ന് വെച്ച് പ്രൈവറ്റ് ജോലി മോശമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യുക പ്രൈവറ്റ് ജോലിക്കും ഒപ്പം പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിങ്ങനെ മടി ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പഠിക്കണം എന്ന് വിചാരിക്കുവാണെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ തന്നെ അങ്ങനെയാണ്, ഡു ഇറ്റ് നൗ എന്നുള്ളൊരു കോട്ടാണ്. അതായത് എന്ത് തോന്നിയാലും നിങ്ങളവിടെ ലേറ്റ് ആവാൻ നിൽക്കണ്ട. അത് പിന്നെ ആവട്ടെ, കുറച്ച് നേരം കഴിഞ്ഞാവട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാവട്ടെ, അങ്ങനെ വിചാരിക്കാനേ നിൽക്കണ്ട. അങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കുമാണ് വീണ്ടും അത് ലാഗായി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. ഞാനിപ്പോൾ പഠിക്കാൻ തോന്നുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അവിടെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ഇരുന്നോളും. സോ അപ്പോൾ അതാണ് ഇപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ ഈ ഒരു രാത്രി സമയങ്ങളിലൊക്കെ പഠിക്കാൻ
സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. പക്ഷെ പലപ്പോഴും ഈ സമയം വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും പിന്നെ ആട്ടെ നാളെ രാവിലെ എണീക്കുമല്ലോ, മോർണിംഗ് എണീക്കുമല്ലോ, അപ്പോഴത്തേക്കും ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എപ്പോൾ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ കാര്യത്തിലും. ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിൻ്റെയൊക്കെ കാര്യത്തിൽ എൻ്റെ കൺസിസ്റ്റൻസിക്ക് നല്ല മാറ്റമുണ്ട്. ചിലപ്പോൾ നല്ലോണം വീഡിയോ ചെയ്യും, ചിലപ്പം ഒട്ടും വീഡിയോ ചെയ്യാതിരിക്കും. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി എല്ലാം ഒരു എന്താ പറയുക, ഒരു അലൈൻമെൻറ്റിൽ പോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ യൂട്യൂബ് മാറ്റി വെക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെയുള്ള തിരക്കുകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയൊരു കാര്യം ഈ യൂട്യൂബും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മുമ്പിട്ട വീഡിയോസിലൊക്കെ PSC എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ ഇട്ടതിൽ കുറേ പേര് കണ്ടിട്ടുണ്ട്. അവർ കുറേ പേര് എനിക്ക് മെയിൽ അയക്കും, അതേപോലെ മെസ്സേജൊക്കെ അയച്ചു അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള വീഡിയോസ് കൂടെ ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എക്കണോമിക്സ് ആണ് കേട്ടോ പഠിക്കാനെടുത്തത്. അപ്പോൾ പഠിക്കുക മാത്രമല്ല, ഞാൻ കുറച്ച് സമയം ജേർണലിങ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ എന്നും രാത്രിയിൽ എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ പുസ്തകമൊക്കെ വായിക്കും. ചില ദിവസങ്ങളിൽ രാവിലെയും വായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് മോർണിംഗ് എണീറ്റ് ബാക്കിയുള്ള റൊട്ടീൻസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാത്രിയിലായിരിക്കും അങ്ങനെയുള്ള ബുക്ക് വായിക്കുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള ജോസഫ് മർഫിയുടെ നിന്നിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ പൂർണ്ണമായിട്ട് അതിപ്പോൾ രണ്ടാമത്തെ തവണയും വായിച്ച് തീരാറായി. ഇങ്ങനെയുള്ള മോട്ടിവേഷണൽ ബുക്സ് നമ്മൾ സാധാരണ ഒരു ഫിക്ഷൻ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ സാധാരണ ഒരു നോവൽ വായിക്കുന്ന പോലെ വായിച്ച് മാറ്റി വെക്കേണ്ടതല്ല. ഇത് വായിച്ച് ഇതിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ 1, 2, 3 തവണ വായിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ 10:30 മുതൽ 1 മണി വരെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊരു അരമണിക്കൂർ ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനും ഒക്കെ പോയി കാണും. ബാക്കി ആ ഒരു കറക്റ്റ് 2 മണിക്കൂർ ഒരു 20-25 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 11:15 ചേട്ടൻ വരും. അപ്പോൾ അതാണ് ഇടയ്ക്ക് ഞാൻ താഴത്തേക്ക് നോക്കി വർത്താനമൊക്കെ പറയുന്നത് വീഡിയോയിലുണ്ടല്ലോ. സോ ഒരു 11:45 വരെ ഞാൻ വെളിയിലിരുന്നാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ അകത്ത് കയറിയിട്ടാണ് കേട്ടോ റൂമിലിരുന്നാണ് പഠിച്ചത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.